നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം, ഈ നമ്മളൊക്കെ ലോണൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. ലോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ലോണുകൾ ഇപ്പം നമ്മുടെ നാട്ടിലെയൊക്കെ ഒരുപാട് സ്ഥിതി അനുസരിച്ച് ചിലർ ലോണൊക്കെ എടുക്കും. അപ്പം അടവെന്ന് പറയുന്നത് മന്ത്ലി ആയിരിക്കും. മന്ത്ലി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഇത്ര രൂപ അല്ലെങ്കിൽ ആഴ്ചയിലാണ് അടവൊക്കെ വരുന്നത്. അപ്പം ചിലർ അടയ്ക്കും, ചിലർക്ക് പൈസ ഇല്ലാതൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ അടവ് താമസിക്കാൻ സാധ്യതയുള്ളപ്പം ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തും. ചിലർ ഭീഷണിപ്പെടുത്തി പൈസ ഇന്ന ദിവസം തരണം, നാളെ തരണം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ നമ്മളെ വളരെ ആയിട്ട് ഫോണിൽ കൂടെയൊക്കെ രാത്രിയിലും വൈകിട്ടും ഒക്കെ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രിമിനൽ ഒഫൻസാണ്. അത് BNS ഭാരതീയ നിയമസംഹിത പ്രകാരം അത് വളരെ ഒഫൻസീവായ കേസാണ്. അപ്പം അതിനെ ത്രെട്ട് അല്ലെങ്കിൽ അതിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒരു BNS 351 വകുപ്പ് പ്രകാരം അത് ക്രിമിനൽ കുറ്റമാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ സാധാരണ ലോൺ ബാങ്കുകളിൽ നിന്ന് മറ്റിടത്തു നിന്നൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിനും പരാതി കൊടുക്കാം, ഇതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തും എന്നുള്ളത്. ബാങ്കിന് റിക്കവറിക്ക് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ വേറൊരു സെക്ഷനാണ് പെടുന്നത്. എങ്കിൽ തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തിയോ നമ്മളെ ഹരാസ് ചെയ്തോ ഒരു രീതിയിലും പണം തിരിച്ചു വാങ്ങിക്കാനുള്ള ബാങ്കിന് റൈറ്റ്സ് ഇല്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ പൈസ ലോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ത്രെട്ട് പല രീതിയിലുണ്ട്. നമ്മളെ ഭീഷണിപ്പെടുത്തി ജനറൽ തെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു രീതിയിൽ പൈസ അടയ്ക്കാൻ പറഞ്ഞ്, അല്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ ഇന്നതുണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തൽ, അതാണ് ജനറൽ തെറ്റ്. അതായത് ജനറൽ ഭീഷണി. അതായത് സാധാരണ നമ്മളോട് ഉദാഹരണം പറഞ്ഞാൽ നമ്മളവരടുത്ത് ഇരിക്കുന്നപ്പോൾ നമ്മൾ അവരുടെ ബില്ലിന് വേണ്ടി അല്ലെ എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് പെട്ടെന്ന് നടപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ജനറൽ തെറ്റ്. ആ രീതിയിൽ പെടുന്നു. അതായത് സാവകാശം തരാതെ നമ്മളെ കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ജനറൽ തെറ്റ്, അതായത് ജനറൽ രീതിയിൽ പെടും. ഇനി അഗ്രേവേറ്റഡ് ത്രെട്ട്, അതായത് നമ്മളെ വളരെയധികം ഭീഷണിപ്പെടുത്തും, നമ്മളെ കൊല്ലും, നമ്മളെ തല്ലും, നമ്മളെ കുത്തും, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഭീഷണിയാണെങ്കിൽ അത് വളരെ ക്രിമിനലാണ്. അത് 7 വർഷം വരെ തടവും ഫൈനും വരുന്നതാണ്. മറ്റേ ജനറൽ തന്നെ 2 വർഷം തടവ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അനോണിമസ് ത്രെട്ട് ഉണ്ട്. അതായത് നമ്മളെ ആരും അറിയാതെ ഈ രഹസ്യമായിട്ട് ഫോൺ കോളൊക്കെ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നില്ലേ, ആ ഭീഷണിക്കൊക്കെ വളരെ അതും 2 വർഷം വരെ തടവ്, എക്സ്ട്രാ 2 വർഷം വരെ തടവൊക്കെ കിട്ടുന്ന ശിക്ഷയാണ്. അതുപോലെ തന്നെ ഫൈനും അതിൻ്റെ കൂടെ ഈടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ആണെങ്കിൽ 100% ഈ ത്രെട്ട്, അതായത് ഭീഷണി എന്നുള്ള BNS 359 ഭാരതീയ നിയമസംഹിത പ്രകാരം നമുക്കെതിരെ ഒഫൻസീവായ കേസ് വരുന്നതാണ്. ആരെയും ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ ഒരു ഭീഷണി പോലും വളരെ ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വന്തം വരുതിയിലാക്കി എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം കുറ്റകരമായ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നും നിയമപരമായിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ 100% തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചടയ്ക്കാനുള്ള സന്നദ്ധ എല്ലാവരും കാണിക്കണം. ആരും ഇതുവരെ ഇങ്ങനെ കേസൊന്നും കൊടുത്തായിട്ട് ഇല്ല. എങ്കിൽ തന്നെ വളരെ ഹരാസ്മെൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും രീതിയിലുള്ള ഇതുണ്ടാവുകയാണെങ്കിൽ നമുക്ക് കേസിന് പോകാവുന്നതാണ്. നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞ് നാട്ടുകാരെയൊക്കെ ആ ബാങ്കുകാർ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതും വളരെ കുറ്റകരമാണ്. ഒരിക്കലും നമ്മളെ ലോൺ എടുത്ത കാര്യങ്ങൾ എന്താണെന്നോ നാട്ടുകാരെ അറിയിക്കുകയോ മറ്റുള്ളവരെ നമുക്ക് അപമാനകരമായ രീതിയിൽ ഒരു കാര്യവും ബാങ്കുകാരോ മറ്റിതര സ്ഥാപനങ്ങളോ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മളെ നേരിടേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിയമപരമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതിനാൽ തന്നെ ആ നമ്മുടെ ബാധ്യതകളെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ മാന്യത നഷ്ടപ്പെടുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്ക് മുമ്പേ നമ്മുടെ മാന്യത കെടുത്തുന്ന എന്ത് രീതിയിലുള്ള ഭീഷണി, എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും ലോൺ എടുത്തു എന്നുള്ള രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയോ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ മാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താലോ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേസിൻ്റെ വകുപ്പുകൾ പ്രകാരം നമുക്ക് അവരെ നേരിടുകയും ചെയ്യാവുന്നതാണ്.